അലൈക്കും. ആദരണീയരായ അധ്യക്ഷരായ ബഹുമാനിയായ ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അന്യമതസ്ഥരുടെ മനസ്സിൽ വരെ സ്ഥാനം പിടിച്ച നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്വഭാവവും നമുക്ക് അഭിമാനിക്കുന്നതാണ്. തുല്യാത്ത മുസ്ലിമായി നമുക്ക് അത് പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ളതാണ്. പക്ഷേ ആ പ്രവാചകൻ നമ്മുടെ ഒപ്പമില്ല. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നില്ല. പക്ഷേ ആ പ്രവാചകന്റെ ഉമ്മത്തുകളിൽ നമ്മളെ പെടുത്തി. ഓരോ മനുഷ്യനും മരണം എന്നത് ഉറപ്പാണ്. അത് റസൂലിന്റെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മുൻകൂട്ടി വിടവാങ്ങൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഹിജ്റ 10-ാം വർഷം ഹിജ്റ കർമ്മം നിർവഹിച്ച് 1,00,000-ഓളം അനുയായികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയത്. അർഫ മലയിൽ ഉർണ താഴ്വരയിലായിരുന്നു വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടും, ആമാനത്തുകൾ അവർക്ക് തിരിച്ചേൽപ്പിക്കും, സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുക, അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ച ആമാനത്താണവർ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്, യുദ്ധം ഹറാമായ മാസങ്ങളെ കളങ്കപ്പെടുത്തരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത് വിശുദ്ധ ഖുർആനാണ്. അതിനെ മുറുകെ പിടിച്ചവർ പിഴക്കുകയില്ല. നിങ്ങളുടെ റബ്ബ് ഒന്ന്, പിതാവ് ഒന്ന്. നിങ്ങൾ ആദമിൽ നിന്നുള്ളവരാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നും, കുലമഹിമയ്ക്കൊന്നും ഇനി സ്ഥാനമില്ല. ഭക്തിയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം. ഇത്രയും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി അർഫ മലയിലേക്ക് പോയി. അർഫ മലയിൽ നിന്ന് ഒരു ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയും അത് സമ്പൂർണ്ണ ഇസ്ലാം പ്രാപിച്ചു കഴിഞ്ഞു എന്നായിരുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി